പത്മശ്രീ ഹരിഹരന്റെ ബേമിസാൽ 25-ന് കോഴിക്കോട് നടക്കും. ഹരിഹരന്റെ ഗസൽ ആലാപനത്തിലെ അരനൂറ്റാണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട് പരിപാടിക്ക്. ജനുവരി 25-ന് വൈകിട്ട് 6:30-ന് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് പരിപാടി നടക്കുക. പത്മശ്രീ ഹരിഹരന്റെ ആലാപന സൗകുമാര്യത്താൽ വേറിട്ടു നിൽക്കുന്ന ഗസൽ വിസ്മയത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര. അതിനപ്പുറം മലയാളിയുടെ മനം കീഴടക്കിയ ഈ ഗായകന്റെ ജീവിതത്തിന്റെ വിവിധ ഏടുകളിലൂടെയുള്ള തീർത്തും വ്യത്യസ്തമായ ഒരനുഭവം. ഇതായിരിക്കും ശ്രോതാക്കൾക്ക് അനുഭവവേദ്യമാക്കുക. തലമുറകൾ ഒരേപോലെ നമിച്ച ഇന്ത്യൻ സംഗീത ലോകത്തെ ഈ ഇതിഹാസത്തിന്റെ ശ്രോതാക്കളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പറയാൻ മറന്ന പരിഭവം മുതൽ ഹരിഹരൻ എന്ന ഗായകൻ വിവിധ ഭാഷകളിൽ ആലാപനം ചെയ്ത കാലം മായ്ക്കാത്ത ഗാനങ്ങൾ ഒരിക്കൽ കൂടി സ്വപ്നനഗരിയിലെ വേദിയിൽ ആ മഹനീയ നാദത്തിൽ പെയ്തിറങ്ങുന്ന സന്ദർഭം കൂടിയായി മാറും ബേമിസാൽ. കോഴിക്കോട് നിന്ന് തുടക്കം കുറിക്കുന്ന ഹരിഹരന്റെ ഗസൽ ലോകത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന ഈ സംഗീത സായാഹ്ന പരിപാടി വരും മാസങ്ങളിൽ കൊച്ചി, ബംഗളൂരു, ദുബായ്, ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിലും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മലയാളികൾക്ക്. ഇതിൻ്റെ ഒരു വിഷ്വൽസ് ആയാലും ഇതിൻ്റെ കൊണ്ടുവന്ന സ്റ്റേജ് അപ്പിയറൻസിലും അതിൻ്റെ സ്റ്റേജിൻ്റെ കംപ്ലീറ്റ് ടെക്നിക്കൽ ക്രൂ എല്ലാം വന്നിട്ട് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോടിലും ഇതുവരെ കണ്ടതിലും ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ബേമിസാൽ. ഹരിഹരന്റെ കുടുംബസുഹൃത്തും മലയാളിയുമായ KP രഞ്ജിത്തിന്റെയും അഭ്യുദയകാംക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ഹരിഹരൻ സൗഹൃദ കൂട്ടായ്മ ആസൂത്രണം ചെയ്ത ഈ പരിപാടി കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്റ്റീൽ ഫൈ കിച്ചൺസ് ആൻഡ് ബിയോണ്ട് കാലിക്കറ്റ് ക്വാഡ്രോ വെഞ്ചേഴ്സ് എന്നിവരാണ് സംഘടിപ്പിക്കുന്നത്. പത്മശ്രീ ഹരിഹരനെ കൂടാതെ സംഗീത ലോകത്തെ മറ്റു പ്രമുഖരും പരിപാടിയുടെ ഭാഗമാകുവാൻ അന്ന് കോഴിക്കോട്ടെത്തും. കൈരളി TV-യാണ് മീഡിയ പാർട്ട്ണർ. പരിപാടിയിലേക്കുള്ള പ്രവേശനം ടിക്കറ്റ് മൂലം നിയന്ത്രിക്കും. പരിപാടി മറ്റൊരു ദിവസം കൈരളി TV-യിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ജനുവരി 25-ന് വൈകിട്ട് 6:30-ന് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. കൈരളി ന്യൂസ്, കോഴിക്കോട്.